എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി ഫിസിക്സിലെ 4th ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മോഷൻ ഇൻ എ ലൈൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ തുടങ്ങിയ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മോഷന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദാറ്റ് മോഷൻ വാസ് ലിമിറ്റഡ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷേ നേച്ചറിൽ നമ്മൾ കാണുന്ന മോഷനൊക്കെ ആക്ച്വലി അങ്ങനെയാണോ? സ്ട്രെയിറ്റ് ലൈൻ മോഷനാണോ? ഫ്രീ ഫോൾ അല്ലാതെ മറ്റ് കേസുകളിലൊക്കെ നമുക്കറിയാം. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അതിനെ 1 ഡയമെൻഷണലാക്കി മാറ്റിയിരുന്നു. സ്ട്രെയിറ്റ് ഹൈവേ, ബോഡി ഈസ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് റോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് 1 ഡയമെൻഷണൽ മോഷനാക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്തത്. പക്ഷേ റിയൽ സിറ്റുവേഷൻസിൽ മോഷൻ അങ്ങനെ 1 ഡയമെൻഷനിലായി നിൽക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഈ മോഷൻ ഒന്ന് നോക്കൂ. ദിസ് ദ മോഷൻ ഓഫ് എ സാറ്റലൈറ്റ് എറൗണ്ട് എർത്ത്. സ്ട്രെയിറ്റ് ലൈൻ മോഷനാണോ ഇത്? അല്ല. ഈ അത്ലറ്റിൻ്റെ കയ്യിൽ നിന്നും ഫ്രീ ആവുന്ന ജാവലിൻ ഏത് പാത്തിലായിരിക്കും ട്രാവൽ ചെയ്യുക? ഒരിക്കലും അതൊരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലല്ല ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ഈവൻ ദിസ് എ ലീപ്പിംഗ് ഫ്രോഗ് ദാറ്റ് ഡു നോട്ട് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ഹാമറിൻ്റെ മൂവ്മെൻറ്റ് നോക്കൂ, അതൊരു സർക്കുലാർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. ഈ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഹാമറിനെ ഈ അത്ലറ്റ് ഫ്രീ ആക്കിയാൽ അത് സ്ട്രെയിറ്റ് ലൈനിലൂടെ ട്രാവൽ ചെയ്യുമെന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതൊരു കർവ്ഡ് പാത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ ബോളറുടെ കയ്യിൽ നിന്നും ഈ ബോൾ ഫ്രീ ആയി കഴിയുമ്പോൾ 1 ഡയമെൻഷണൽ മോഷനായല്ല, പിന്നെ അത് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലൂടെയല്ല. അതുകൊണ്ട് തന്നെ ആ ബോളിൻ്റെ മോഷനും 1 ഡയമെൻഷണൽ മോഷനല്ല. അപ്പോൾ റിയാലിറ്റിയിലേക്ക് എത്തുമ്പോൾ മോഷൻ ഈസ് നോട്ട് അലോങ് എ ലൈൻ, ബട്ട് മോഷൻ ക്യാൻ ബി ഇൻ എ പ്ലെയിൻ. നമ്മളീ കണ്ടതൊക്കെ ഒരു പ്ലെയിനിലൂടെയുള്ള മോഷനാണ്. ഒരു പ്ലെയിനിലൂടെ ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യു ക്യാൻ സീ ബോത്ത് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ആർ ചേഞ്ചിങ്. സോ വെൻ ആൻ ഓബ്ജെക്ട് മൂവ്സ് ഇൻ എ പ്ലെയിൻ, 2 of the coordinates will undergo a change. Motion in a plane is a motion in 2 dimensions. ഈ 2 ഡയമെൻഷണൽ മോഷനിലും അല്ലെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിനിലും നമുക്ക് വെലോസിറ്റി, ആക്സിലറേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. 1 ഡയമെൻഷണൽ മോഷനിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയതുകൊണ്ട് ഒരു പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ വെക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തു. പക്ഷേ ഇവിടെ അങ്ങനെ 2 സൈൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെക്ടേഴ്സിൻ്റെ ഡയറക്ഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം നമുക്ക് വെക്ടേഴ്സ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ വെക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചതിന് ശേഷം നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാം. സോ ഐ എം ഗിവിംഗ് യു എ സ്റ്റേറ്റ്മെൻറ്റ്. ദ മാസ് ഓഫ് ആൻ ഓബ്ജെക്റ്റ് ഈസ് 40 kilogram. So mass of the object is given to be 40 kilogram. See, I am giving you a single number 40 and a unit kilogram. ഈ മാസ് എന്ന ക്വാണ്ടിറ്റിയോടൊപ്പം നമ്മൾ ഒരിക്കലും ഡിറക്ഷൻ പറയാറില്ല. ഈ 40 കിലോഗ്രാം ആണ് ഒരു ഓബ്ജക്റ്റിൻ്റെ മാസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കൊരു കംപ്ലീറ്റ് സെൻസ് തരും. ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കെയിലേഴ്സ് അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന്. സോ മാസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇപ്പോൾ എത്രയാ ടൈം എന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ യു വിൽ നെവർ സേ നൗ ദ ടൈം ഈസ് 9 o'clock ടുവേഴ്സ് ഈസ്റ്റ്. 9 o'clock, ദാറ്റ് ഈസ് എനഫ്. ഇങ്ങനെ ഒരു സിംഗിൾ നമ്പറും യൂണിറ്റും മാത്രം ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാവുന്ന ക്വാണ്ടിറ്റീസാണ് സ്കെയിലേഴ്സ്. ഈ സ്കെയിലേഴ്സിൻ്റെ വേറൊരു പ്രത്യേകത കൂടി നമുക്ക് നോക്കാം. ഐ എം ആഡിങ് 40 kilogram വിത്ത് 20 kilogram. മീൻസ് 40 kilogram പ്ലസ് 20 kilogram. ഇറ്റ് വിൽ ബി 60 kilogram ഓൾവേസ്, അല്ലേ? 40യും 20യും കൂടി ആഡ് ചെയ്താൽ 60 അല്ലാതെ വേറൊരു നമ്പർ ഒരിക്കലും പോസിബിൾ അല്ല. വേറൊരു എക്സാമ്പിൾ ആലോചിക്കും നിങ്ങൾ. ഞാൻ പറയുന്നു, നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും 3 hours ഫ്ലൈ ചെയ്താൽ യു വിൽ റീച്ച് ഡൽഹി. പക്ഷേ തിരുവനന്തപുരത്ത് നിന്നും ഒരു ഫ്ലൈറ്റിൽ നിങ്ങൾ 3 മണിക്കൂർ ഫ്ലൈ ചെയ്താൽ ഡൽഹിയിൽ തന്നെയാണ് എത്തുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ?
അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ദ ഫ്ലൈറ്റ് മസ്റ്റ് ഹെഡ് ടുവേഴ്സ് നോർത്ത്. ഡിറക്ഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു സെൻസ് ഉണ്ടാകൂ. ഇങ്ങനെ മാഗ്നിറ്റ്യൂഡിനോടൊപ്പം ഡിറക്ഷൻ കൂടിയുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന്. സോ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് direction. I am saying an object is moving with a speed of 500 km per hour towards north. അപ്പോൾ ഈ ഫ്ലൈറ്റ് 500 km/h എന്ന സ്പീഡിൽ നോർത്തിലേക്ക് ഫ്ലൈ ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് അത് നിങ്ങൾക്കൊരു കംപ്ലീറ്റ് സെൻസ് തരുന്നത്. ഇവിടെ ഈ 500 km/h എന്നത് ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും ടുവേഴ്സ് നോർത്ത് എന്നത് ആ വെക്ടറിൻ്റെ ഡിറക്ഷനുമാണ്. നമുക്കറിയാം ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഈ ഒബ്ജക്റ്റിലേക്ക് നോക്കൂ, നിങ്ങൾ രണ്ട് ഫോഴ്സസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബോത്ത് ദ ഫോഴ്സസ് ആർ 40 Newton ഈച്ച്. വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ്? അതെ, ടോട്ടൽ ഫോഴ്സ് ഈസ് 80 Newton. പക്ഷേ ഈ സിറ്റുവേഷനിലോ ബോഡി എങ്ങോട്ട് മൂവ് ചെയ്യും? ദ ബോഡി വിൽ ബി അറ്റ് റെസ്റ്റ്, അല്ലേ? So the total force acting on this object is now 0. അതെങ്ങനെയാണ്? 40യും 40യും കൂടി ആഡ് ചെയ്തപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് 80 കിട്ടി, മറ്റൊരു സിറ്റുവേഷനിൽ 40യും 40യും കൂടി ആഡ് ചെയ്തപ്പോൾ 0 വരുന്നു. ഇനി ഈ രണ്ട് ഫോഴ്സസ് ഇങ്ങനെ ആക്ട് ചെയ്താലോ? ഇപ്പോൾ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 80 ന്യൂട്ടനുമായിരിക്കില്ല, 0യുമായിരിക്കില്ല, ഇതിനിടയിലൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് വെക്റ്റേഴ്സ് സ്കെയിലേഴ്സ് ഒബേ ചെയ്യുന്ന ഓർഡിനറി റൂൾസ് ഓഫ് ആൾജിബ്ര ഒബേ ചെയ്യില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ വെക്റ്റേഴ്സിന് വേണ്ടി നമുക്കൊരു പുതിയ ആൾജിബ്ര ഫോം ചെയ്യണം. ഈ ആൾജിബ്രിക് റൂൾസ് ഒബേ ചെയ്താൽ മാത്രമേ നമുക്കൊരു ക്വാണ്ടിറ്റിയെ വെക്റ്റർ എന്ന് പറയാൻ പറ്റൂ. ഈ വെക്റ്റേഴ്സിനെയും സ്കെയിലേഴ്സിനെയും ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറയാം, നിങ്ങളത് വെക്ടർ ആണോ സ്കെയിലർ ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ, വോളിയം വെക്ടർ ആണോ സ്കെയിലർ ആണോ? വോളിയം പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് 200 ml ഓഫ് വാട്ടർ. അതിനോടൊപ്പം ഒരിക്കലും നമ്മൾ ഡയറക്ഷൻ പറഞ്ഞു കണ്ടിട്ടില്ല. സോ വോളിയം ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. നമ്മൾ പഠിച്ചതാണ് സ്പീഡ് സ്കെയിലർ ക്വാണ്ടിറ്റി, ബട്ട് ആക്സിലറേഷൻ ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. വാട്ട് അബൌട്ട് ഡെൻസിറ്റി? ഡെൻസിറ്റി ഈസ് സ്കെയിലർ. വർക്ക് വെക്ടർ ആണോ സ്കെയിലർ ആണോ? വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, വർക്ക് എനർജിക്ക് ഈക്വലാണ്. എനർജിക്ക് നമ്മൾ ഡയറക്ഷൻ പറയാറില്ല. സോ വർക്ക് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ലീനിയർ മൊമെൻറ്റം അത് വെക്ടറാണ്. ദെൻ കറണ്ട്, ഇലക്ട്രിക് കറണ്ടിനോടൊപ്പം നമ്മൾ എല്ലായ്പ്പോഴും ഡയറക്ഷൻ പറയാറുണ്ടെങ്കിലും ഇലക്ട്രിക് കറണ്ട് വെക്ടേഴ്സിൻ്റെ റൂൾസ് ഒബേ ചെയ്യാറില്ല. സോ ഇലക്ട്രിക് കറണ്ട് ഈസ് ടേക്കൺ ആസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. വാട്ട് അബൌട്ട് ടെമ്പറേച്ചർ? വെക്ടർ ആണോ സ്കെയിലർ ആണോ? ടെമ്പറേച്ചറിനോടൊപ്പം നമ്മൾ ഡയറക്ഷൻ പറയാറുണ്ടോ? ഇല്ല. സോ ടെമ്പറേച്ചർ ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. പ്രഷറിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു സംശയം തോന്നാം, പ്രഷർ വെക്ടർ ആണോ എന്ന്. അല്ല, പ്രഷർ ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. പ്രഷർ മെഷർ ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾക്കറിയാം. ഒരു സിറ്റുവേഷനിലും നമ്മൾ പ്രഷറിൻ്റെ ഡയറക്ഷൻ പറയാറില്ല. വാട്ട് അബൌട്ട് ചാർജ്? ഇലക്ട്രിക് ചാർജിന് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും സൈൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ സൈൻ കൊടുക്കുന്നത് കൊണ്ട് ചാർജ് ഒരു വെക്ടർ ആണ് എന്ന് കരുതരുത്. ഇലക്ട്രിക് ചാർജ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ദെൻ ഫൈനലി വാട്ട് അബൌട്ട് ഏരിയ? ഒരു ഓബ്ജക്റ്റിൻ്റെ ഏരിയ സാധാരണ കേസിൽ നമ്മൾ സ്കെയിലറായി ചിന്തിക്കും. ബട്ട് ഇൻ ഫിസിക്സ് ഏരിയ ഈസ് ട്രീറ്റഡ് ആസ് എ വെക്ടർ. ആൻഡ് റിമെമ്പർ, ഡയറക്ഷൻ ഓഫ് ഏരിയ ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഏത് പ്ലെയിനിലാണോ നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ഔട്ട്വേർഡ് നോർമലായി ആണ് ഏരിയയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് വെക്ടറിൻ്റെ ഏറ്റവും ബേസിക്കായ ഐഡിയ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. എനിക്കൊരു വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു വെക്ടറിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. യു ക്യാൻ സീ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ. ലെങ്ത് ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ represents the magnitude of the vector and the arrow shows its direction. See, in the figure I am saying a particle is moving with this particular velocity.
And you see, another particle is moving and its velocity is represented like this. I can say the second particle is moving slower than the first particle. എങ്ങനെ എനിക്ക് മനസ്സിലായത്? ആ സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വെക്ടറിൻ്റെ ലെങ്ത് നോക്കൂ, അത് ചെറുതാണ്. സോ എനിക്ക് പറയാൻ പറ്റും ആ രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് ആദ്യത്തെ പാർട്ടിക്കിളിൻ്റെ സ്പീഡിനേക്കാളും കുറവാണെന്ന്. വൺ മോർ തിങ് വി ക്യാൻ സേ, ബോത്ത് ദീസ് പാർട്ടിക്കിൾസ് ആർ ട്രാവലിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ. രണ്ടിൻ്റെയും ആരോ മാർക്ക് സെയിം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഈ വെക്ടേഴ്സിനെ നമുക്ക് പ്രിൻറ്റിങ്ങിലും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. നോക്കൂ, ഞാനൊരു ഇക്വേഷൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. F=ma. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കാണുന്ന ഒരു ഇക്വേഷനാണിത്. ഈ ഇക്വേഷനിൽ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്: ഫോഴ്സ്, മാസ് ആൻഡ് ആക്സിലറേഷൻ. ഈ 3 ക്വാണ്ടിറ്റീസിൽ നിങ്ങൾക്കറിയാം ഫോഴ്സും ആക്സിലറേഷനും വെക്ടേഴ്സാണ് ആൻഡ് മാസ് ഈസ് എ സ്കെയിലർ. ആ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കൂ. യു ക്യാൻ സീ F and A are printed in bold face. അല്ലേ, ബോൾഡ് ആക്കിയാണ് അത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. M അങ്ങനെയല്ല. M ഈസ് പ്രിൻ്റഡ് ഇൻ എ നോർമൽ ഫോണ്ട്. അപ്പോൾ ഇങ്ങനെ ബോൾഡ് ഫേസിൽ ഒരു ക്വാണ്ടിറ്റിയുടെ സിമ്പിൾ നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ആ ക്വാണ്ടിറ്റി ഒരു വെക്ടറാണ് എന്നാണ്. എന്തുകൊണ്ടാണ് M ബോൾഡാക്കി പ്രിൻ്റ് ചെയ്തിട്ടില്ലാത്തത്? അതൊരു സ്കെയിലറാണ്. ഇത് പ്രിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. പക്ഷേ ഹാൻഡ് റൈറ്റിങ്ങിൽ ഇങ്ങനെ ബോൾഡാക്കി എഴുതുക എന്നത് പ്രാക്ടിക്കലി ഈസി അല്ല. ഇൻ ഹാൻഡ് റൈറ്റിംഗ് വി വിൽ റെപ്രസെൻറ്റ് ദ ഇക്വേഷൻ F=ma ലൈക്ക് ദിസ്. ഇപ്പോൾ നോക്കൂ, എഫ് എന്ന ക്വാണ്ടിറ്റിയുടെ സിമ്പലിനും ആക്സലറേഷൻ്റെ സിമ്പലിനും മുകളിൽ ഞാൻ ഒരു ആരോ മാർക്ക് വരച്ചിട്ടുണ്ട്. ദാറ്റ് ആരോ മാർക്ക് ഷോസ് ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് എ വെക്റ്റർ. അപ്പോൾ എ എന്ന ഒരു ക്വാണ്ടിറ്റി വെക്ടർ ആണെങ്കിൽ നമ്മൾ അതിനെ വെക്റ്റർ എ എന്ന് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നമുക്ക് മതി എന്നുണ്ടെങ്കിൽ വി വിൽ റൈറ്റ് ഇറ്റ് ആസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഈസ് സിംപ്ലി റിട്ടൺ ലൈക്ക് ദിസ്. അപ്പോൾ എ എന്ന് മാത്രം എഴുതിയിരുന്നാൽ എ എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. എ എന്ന സിമ്പലിൻ്റെ മുകളിൽ നമ്മളൊരു ആരോ മാർക്ക് വരച്ചിരുന്നാൽ അത് വെക്ടർ എ എന്ന് വായിക്കണം. അത് വെക്ടർ എ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Now in the screen you can see 2 vectors. See, both the vectors are acting in the same direction. So you can say these 2 vectors are parallel vectors. So 2 vectors are said to be parallel if both the vectors are in the same direction. If these vectors are in opposite direction, you can say the vectors are anti-parallel. Now, you can see 2 vectors on the screen. ഞാൻ അതിനെ വെക്ടർ എ എന്നും വെക്ടർ ബി എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 വെക്ടേഴ്സിൻ്റെയും പ്രോപ്പർട്ടീസ് ഒന്ന് കമ്പയർ ചെയ്തേ. യു ക്യാൻ സീ ബോത്ത് ദ വെക്ടേഴ്സ് ആർ ഹാവിങ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. നോക്കൂ, ലെങ്ത് രണ്ടിൻ്റെയും സെയിം ആണ്. ആൻഡ് ബോത്ത് ദ വെക്ടേഴ്സ് ആർ ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. So I can say vector A is equal to vector B. 2 vectors are said to be equal only if the vectors are having same magnitude and same direction, no matter where they are located in space. നോക്കൂ, ഇപ്പോൾ സ്ക്രീനിലെ 2 വെക്ടേഴ്സിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഒന്നല്ല. സ്പേസിൻ്റെ 2 പാർട്ടിലാണ് ഈ വെക്ടേഴ്സ് ആക്ട് ചെയ്യുന്നത്. എങ്കിൽ പോലും ആ വെക്ടേഴ്സിനെ നമ്മൾ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയും. അങ്ങനെയുള്ള വെക്ടേഴ്സിനെ നമ്മൾ പറയുന്ന പേര് ഫ്രീ വെക്ടേഴ്സ് എന്നാണ്. ആ ലൈൻ ഓഫ് ആക്ഷൻ സിഗ്നിഫിക്കൻ്റ് അല്ല എങ്കിൽ ദോസ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ആർ കോൾഡ് ഫ്രീ വെക്ടേഴ്സ്. ഇനി ചില സിറ്റുവേഷൻസിൽ വെക്ടർ ആക്ട് ചെയ്യുന്ന ലൈൻ ഓഫ് ആക്ഷൻ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള വെക്ടേഴ്സിനെ ലോക്കലൈസ്ഡ് വെക്ടേഴ്സ് എന്ന് പറയും. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഫ്രീ വെക്ടേഴ്സിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ വെക്ടേഴ്സിൻ്റെ സ്പേസിലെ പൊസിഷൻ നമുക്ക് സിഗ്നിഫിക്കൻ്റ് അല്ല. സി, ഇൻ ദ ഫിഗർ യു ക്യാൻ സീ എ 5 Newton ഫോഴ്സ് ആക്ടിങ് അലോങ് എക്സ് ആക്സിസ് ആൻഡ് അനദർ 5 Newton ഫോഴ്സ് ഈസ് ആക്ടിങ് അലോങ് വൈ ആക്സിസ്. ദീസ് 2 ഫോഴ്സസ് ആർ ഈക്വൽ അല്ല. ഈ ഫോഴ്സസ് ഈക്വൽ അല്ല ബിക്കോസ് ദേ ആർ ഹാവിങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻ. You can say magnitudes of these 2 forces are equal. Both of them are 5 Newton each. ഇനി
ഈ രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആണോ എന്ന് നോക്കൂ. യെസ്, ദീസ് ടു വെക്ടേഴ്സ് ആർ ഈക്വൽ ബിക്കോസ് ദേ ആർ ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദേ ആക്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ. ലൈൻ ഓഫ് ആക്ഷൻ സെപ്പറേറ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. സോ എ ഫോഴ്സ് ഓഫ് 5 Newton acting along x-axis is equal to another 5 Newton force acting along x-axis or acting parallel to x-axis. ഈ വെക്ടേഴ്സ് എന്ന പാർട്ടിൽ നമുക്ക് ഏറ്റവും ആദ്യം കാണേണ്ടത് ബോഡിയുടെ പൊസിഷനും ഡിസ്പ്ലേസ്മെൻറ്റും എങ്ങനെ വെക്ടർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യും എന്നാണ്. അതിനുവേണ്ടി യു കൺസിഡർ എ പോയിന്റ്. ആ പി എന്ന പോയിന്റിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരു ഒറിജിൻ വേണം. ലെറ്റ് ദിസ് ഈസ് ദ ഒറിജിൻ. നൗ യു ക്യാൻ സീ ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. Now I can say the point P is lying in the xy plane. I can draw a straight line joining the origin to the point P. This vector is called the position vector of the point P with respect to the origin O. Now, let the particle is moving along this line to the point P dash. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പി എന്ന് പറയുന്ന പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലൂടെയല്ല, ഒരു കർവ്ഡ് പാത്തിലൂടെ ട്രാവൽ ചെയ്ത് ഈ പാർട്ടിക്കിൾ പി ഡാഷ് എന്ന പൊസിഷനിലേക്ക് എത്തുന്നു. ഐ ക്യാൻ ജോയിൻ ഒറിജിൻ വിത്ത് പി ഡാഷ് ലൈക്ക് ദിസ് ആൻഡ് ദിസ് ഈസ് കോൾഡ് പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് പി ഡാഷ് എബൌട്ട് ദ സെയിം ഒറിജിൻ ഒ. അതിനെ ഞാൻ ആർ ഡാഷ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. Now I can draw a straight line from P to P dash like this. And this vector P dash is the displacement of the particle. Even here you can see the displacement of the particle depends only on the initial and the final positions, and it is independent of the path through which the particle has travelled. ഇനി ഈ പാർട്ടിക്കിൾ ഈ പാത്തിലൂടെ ട്രാവൽ ചെയ്തിട്ട് പി ഡാഷിലേക്ക് എത്തുന്നു എന്ന് വിചാരിക്കൂ. ഇപ്പോൾ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത പാത്ത് ഡിഫറൻ്റ് ആണ്, ബട്ട് സ്റ്റിൽ യു ക്യാൻ സീ ദാറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് റിമെയിൻസ് സെയിം. അപ്പോൾ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലൂടെ ആയാലും അല്ല, ഇനി ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഒരു പ്ലെയിനിലായാലും വി ഹാവ് എ ജനറൽ കൺക്ലൂഷൻ ദാറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത്. ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. 3 girls skating on a circular ice ground of radius 200 meter start from a point P on the edge of the ground and reach a point Q diametrically opposite to P, following different paths as shown in the figure. What is the magnitude of the displacement vector for each? For which girl is this equal to the actual length of the path skate? ഫിഗറിൽ നിങ്ങൾക്കൊരു സർക്കുലർ ഐസ് ഗ്രൗണ്ട് കാണാം. ആൻഡ് 3 girls, say A, B and C, are skating through the ice ground. ആ 3 ഗേൾസിൻ്റെയും പാത്ത് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ ഗ്രൗണ്ട് ഈസ് ഗിവൻ ടു ബി 200 meters. See, what is the displacement of the girl A? It is 200 meters. It is the length of the straight line joining P and Q, and you can see it is 400 meters. What about B? That also is 400 meter. What about the third one, C? That also is 400 meter. All the displacements are from P to Q. പക്ഷേ ഒരു ക്വസ്റ്റനിൽ ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 400 meters. ഒരു ക്വസ്റ്റൻ കൂടി ഉണ്ട് അല്ലേ? ഏത് ഗേളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ആക്ച്വൽ പാത്ത് ലെങ്ത്തിന് ഈക്വൽ ആകുന്നത് എന്ന്. ഫിഗറിൽ അത് വളരെ ക്ലിയർ ആണ്. ദാറ്റ് ഈസ് ഫോർ ദ ഗേൾ ബി. ഈ മോഷൻ ഇൻ എ പ്ലെയിനിലും
നമുക്ക് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും വൺ ഡയമെൻഷണൽ മോഷനിൽ ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ ഡിഫൈൻ ചെയ്യാം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതൂ. എ സൈക്ലിസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ സെൻറ്റർ O of a circular park of radius 1 kilometer, reaches the edge P of the park, then cycles along the circumference and returns to the center along QO as shown in the figure. If the round trip takes 10 minutes, what is the first question, net displacement? Second question, average velocity. And third question, average speed of the cyclist. See, ഫിഗറിലേക്ക് നോക്കൂ. O എന്ന പോയിന്റിൽ നിന്നും ഒരു സൈക്ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹി റീച്ച് ദ പോയിന്റ് P, ദെൻ ഹി ഈസ് ട്രാവലിംഗ് ടുവേഴ്സ് Q. ആ ഡയറക്ഷൻ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ഹി ട്രാവൽസ് ഫ്രം Q ടു O. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്? യു ക്യാൻ സി the initial and final positions are same, so the total displacement is 0. Then what is the average velocity? We know the equation for average velocity, that is total displacement divided by total time interval. Here the total displacement is 0, so the average velocity also will be 0. What is the third question? So the average speed is given by total path length divided by total time interval. നമുക്ക് ഈ ടോട്ടൽ പാത്ത് ലെങ്ത് ഈ ഫിഗറിൽ നിന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സി O ടു P 1 കിലോമീറ്റർ ഉണ്ട്. ദെൻ P ടു Q എന്ന ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? ഈ P ടു Q കാൽക്കുലേറ്റ് ചെയ്യാൻ വാട്ട് ഈസ് ദ ടോട്ടൽ സർക്കംഫറൻസ് ഓഫ് ദിസ് സർക്കിൾ? ദാറ്റ് ഈസ് 2πr. ഈ P ടു Q എന്നത് ആ ടോട്ടൽ സർക്കംഫറൻസിൻ്റെ 1/4 അല്ലേ ഉള്ളൂ. So the distance PQ will be 1/4 into 2πr. That is 1/4 into 2π because r is 1 kilometer. ഓർക്കുക, ഞാൻ ആറിൻ്റെ വാല്യൂ കിലോമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് 1.57 കിലോമീറ്റർ എന്ന് കിട്ടും. ദെൻ ദ സൈക്ലിസ്റ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം Q ടു O. അതും 1 കിലോമീറ്റർ ആണല്ലോ. So the total path length is 1 kilometer plus 1.57 kilometer plus 1 kilometer, which is equal to 3.57 kilometer. അല്ലേ? ഈ 3.57 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ഈ സൈക്ലിസ്റ്റ് എടുത്തിരിക്കുന്നത് 10 minutes ആണ്. നമുക്കതിനെ സൗകര്യത്തിന് വേണ്ടിയിട്ടൊന്ന് അവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് 10 divided by 60 hours. So what is average speed? 3.57 kilometer divided by 10 by 60 hours. Calculate ചെയ്ത് നോക്കൂ. You will get it as 21.42 kilometer per hour. ഈ ക്വസ്റ്റ്യനെ നമുക്കൊന്ന് സ്ലൈറ്റ് ആയിട്ട് മോഡിഫൈ ചെയ്യാം. ഈ ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന സൈക്ലിസ്റ്റ് ഹി റീച്ച് ദ പോയിന്റ് P ആൻഡ് ദെൻ ഗോസ് ടു ദ പോയിന്റ് Q ആൻഡ് സ്റ്റോപ്സ് ദെയർ എന്ന് വിചാരിക്കും. ക്യൂവിൽ നിന്ന് ഓയിലേക്ക് ഇയാൾ റിട്ടേൺ ചെയ്യുന്നില്ല. ഹി ഈസ് സ്റ്റേയിങ് അറ്റ് Q ആൻഡ് ദ ടോട്ടൽ ടൈം ടേക്കൺ ഈസ് 10 minutes എന്ന് തന്നെ അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത 3 ക്വാണ്ടിറ്റീസും നിങ്ങൾ ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അവിടെ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ഈ എക്സാമ്പിൾസിൽ നമ്മൾ കണ്ടത് ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ട്രാവൽ ചെയ്യണം എന്നൊരു കണ്ടീഷൻ നമുക്ക് ഇനി അങ്ങോട്ടില്ല എന്നതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. Now let's discuss the multiplication of vectors by real numbers. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലൊരു വെക്ടർ കാണാം. ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 4 Newton ആണ് എന്ന് വിചാരിക്കും. Now I am multiplying this vector by a real number, say 2. ആ റിസൾട്ടിംഗ് വെക്ടർ ഇതുപോലെ ആയിരിക്കും കാണുക. ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 8 Newton ആയിരിക്കുകയും ചെയ്യും. അതിൻ്റെ ഡയറക്ഷൻ ആദ്യത്തെ 4 Newton സെയിം ആകുകയും ചെയ്യും.
അപ്പോൾ ലാംഡ എന്ന ഒരു റിയൽ നമ്പർ കൊണ്ട് ഞാൻ എ എന്ന വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കും. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലാംഡ എ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ എ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. ഡയറക്ഷനോ നിങ്ങൾക്ക് കാണാം ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഡയറക്ഷൻ സെയിം ആണ്. അങ്ങനെ സെയിം ആകണമെങ്കിൽ ദർ ഇസ് എ കണ്ടീഷൻ, ദിസ് റിയൽ നമ്പർ ലാംഡ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ലെസ് ദാൻ 0 ആണ് ലാംഡ എങ്കിലോ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് അസ്യൂം ലാംഡ ഈക്വൽസ് -1. Now in the figure you see there is a 4 Newton force and I am multiplying this vector with the -1, a real number -1. So the resulting vector will be having a magnitude of 4 Newton itself, but its direction is reversed because it is negative. So the resulting vector will look like this. So here you have two vectors. Both the vectors are having equal magnitude and they act in opposite direction. So I can say one vector is the negative vector of the other. അപ്പോൾ ഈ ഫിഗറിൽ രണ്ടാമത്തെ വെക്ടർ ആദ്യത്തെ വെക്ടറിൻ്റെ നെഗറ്റീവ് വെക്ടറാണ്. Or I can say the first vector is the negative vector of the second vector. That means negative vector of a vector is another vector having the same magnitude but opposite direction. നമ്മളൊരു വെക്ടറിനെ മറ്റൊരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ ഇക്വേഷൻ നോക്കൂ. വെക്ടർ എ ഈക്വൽസ് 2 ടൈംസ് വെക്ടർ ബി. ബി എന്ന വെക്ടറിനെ 2 എന്ന ഒരു റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എ എന്ന വെക്ടർ കിട്ടിയിരിക്കുന്നു. നിങ്ങൾ പറയൂ, എയ്ക്കും ബിക്കും ഒരേ ഡയമെൻഷൻസ് ആയിരിക്കുമോ? അതെ, എ ആൻഡ് ബി ആർ ഓഫ് ദ സെയിം ഡയമെൻഷൻസ് ബിക്കോസ് 2 ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. Because 2 has no dimensions. പക്ഷേ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കൂ. എഫ് ഈക്വൽസ് എം എ. എ എന്ന ആക്സിലറേഷനെ ഞാൻ എം എന്ന ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റിന് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻസ് അല്ല, അതൊരു പുതിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സിന് ഡയമെൻഷൻസ് ഇല്ല എങ്കിൽ റിസൾട്ടിംഗ് വെക്ടർ ആദ്യത്തെ വെക്ടറിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും. പക്ഷേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്കെയിലറിന് ഒരു ഡയമെൻഷൻ ഉണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഡയമെൻഷൻ പുതിയ ഒരു ഡയമെൻഷൻ ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഓഫ് 2 ടൈപ്സ്. വെക്ടേഴ്സ് എന്നും സ്കെയിലേഴ്സ് എന്നും നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തു. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടത് വെക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും നമ്മൾ ഇന്ന് പഠിച്ചു. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്ന് കണ്ടു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊന്ന് നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ എങ്ങനെ ഡ്രോ ചെയ്യണം എന്നാണ്. ഒറിജിനും ആ പോയിൻറ്റും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ വെക്ടറാണ് അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് ഓർക്കുക. ഈ പൊസിഷൻ വെക്ടറിൽ നിന്നും നമുക്ക് പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കണ്ടതാണ്. 2 റിയൽ സിറ്റുവേഷൻസിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അതുപയോഗിച്ചുകൊണ്ട് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ വെക്ടേഴ്സിൻ്റെ ആൾജിബ്രയാണ് നമുക്കിനി പുതിയതായി കാണേണ്ടത്. വെക്ടേഴ്സിനെ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, വെക്ടേഴ്സിനെ സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റൂ. അപ്പോൾ വെക്ടർ ആൾജിബ്ര എന്ന പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.